ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാഠം 2, കുഴിയാന മുതൽ കൊമ്പനാന വരെ. ചിത്രത്തിലുള്ള ജീവികളെ നോക്കൂ. ആരൊക്കെയാണുള്ളത്? ആനയെ കണ്ടില്ലേ? അവൻ്റെ പേരാണ് കിട്ടനാന. കിട്ടനാന കാട്ടിലെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുകയാണ്. നോക്കൂ, ചിത്രത്തിൽ ഏതൊക്കെ ജീവികളാണുള്ളത്? തവള, ആമ, കുരങ്ങ്, മുയൽ, പലതരം കിളികൾ, ചിത്രശലഭം, അണ്ണാൻ. ഏതെല്ലാം തരത്തിലുള്ള ജീവികളാണല്ലേ കാട്ടിലുള്ളത്. കാട്ടിലെ ജീവിതം എന്തു രസമായിരുന്നു. അമ്മയോടൊപ്പം സവാരിക്കിറങ്ങുമ്പോൾ വഴിയിൽ കാണുന്ന ചിന്നുമുയലും സുന്ദരി മാനും കേളുക്കുറുക്കനും, അങ്ങനെ എത്ര കൂട്ടുകാർ. എന്നെ കാണുമ്പോൾ കിന്നാരം പറയുന്ന മീനു തത്തയും മിന്നി പൂമ്പാറ്റയും പപ്പു കരടിയുമൊക്കെ എന്തു ചെയ്യുകയായിരിക്കും. കിട്ടനാന ഓർക്കുകയാണ് കിട്ടനാനയുടെ കുട്ടിക്കാലം. കാട്ടിൽ അമ്മയോടൊപ്പമുള്ള കുട്ടിക്കാലത്തെക്കുറിച്ച് കിട്ടനാന ഓർക്കുകയാണ്. ആരെല്ലാമായിരുന്നു കിട്ടനാനയുടെ കൂട്ടുകാർ? മുയൽ, മാൻ, കുറുക്കൻ, തത്ത, പൂമ്പാറ്റ, കരടി. കിട്ടനാനയ്ക്ക് ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു കാട്ടിൽ. നമുക്ക് ചുറ്റും എത്ര ജീവികളാണ് അല്ലേ? നിങ്ങളുടെ പരിസരത്ത് ഏതെല്ലാം ജീവികളെയാണ് കാണുന്നത്? നിങ്ങളുടെ വീട്ടിലും ചില ജീവികളെ വളർത്താറില്ലേ? എന്തിനാണ് നാം അവയെ വളർത്തുന്നത്? ഓരോരോ ആവശ്യങ്ങൾക്കായി നാം ആഹാരവും പാർപ്പിടവും നൽകി വളർത്തുന്ന ജീവികളെ പട്ടികപ്പെടുത്തി എഴുതണം. നോക്കൂ, പാലിന് വേണ്ടി നാം ഏതൊക്കെ ജീവികളെയാണ് വളർത്തുന്നത്? അതെ, പശു, ആട്, എരുമ എന്നിവയാണ് നമ്മൾ പാലിനായിട്ട് വീട്ടിൽ വളർത്തുന്നത്. മുട്ടയ്ക്കായിട്ടോ? കോഴി, താറാവ്. മാംസത്തിനോ? കോഴി, താറാവ്. കൗതുകത്തിനായി വളർത്തുന്ന ജീവികൾ ഏതെല്ലാമാണ്? ലവ് ബേർഡ്സിനെ വളർത്താറുണ്ടല്ലേ? പൂച്ച, പട്ടി. പൂച്ചയും പട്ടിയെയും കൗതുകത്തിന് മാത്രമാണോ? അല്ല, പൂച്ച വീട്ടിലുണ്ടെങ്കിൽ എലിയെ പിടിക്കുമല്ലേ? പട്ടിയോ? പട്ടി നമ്മുടെ വീട് കാക്കുന്ന മൃഗം കൂടിയാണ്. ഈ ജീവികൾക്കെല്ലാം ഒരേ തരം ഭക്ഷണമാണോ നമ്മൾ കൊടുക്കാറുള്ളത്? അവ എന്തെല്ലാമാണ്? ഒരേ തരം ഭക്ഷണമല്ല അല്ലേ? കുളമ്പുള്ള മൃഗങ്ങളെല്ലാം സസ്യാഹാരികളാണ്. പശു, എരുമ ഇവയൊക്കെ പുല്ലല്ലേ കഴിക്കുന്നത്? അതെ, കുളമ്പുള്ള മൃഗങ്ങളെല്ലാം സസ്യാഹാരികളാണ്. പട്ടിയും പൂച്ചയും ഒക്കെ ആണെങ്കിലോ? പട്ടിയും പൂച്ചയും 2 തരം ആഹാരവും കഴിക്കാറുണ്ട്. ഇവയുടെ ശരീരപ്രകൃതി മാംസാഹാരിയുടേതുപോലെയാണ്. പട്ടിയുടെയും പൂച്ചയുടെയും പല്ലുകൾ കണ്ടിട്ടില്ലേ? കൂർത്ത പല്ലുകളാണല്ലേ? ആരുടെയെല്ലാം വീട്ടിൽ പട്ടിയും പൂച്ചയുമുണ്ട്? അവയ്ക്ക് എന്ത് ആഹാരമാണ് നിങ്ങൾ കൊടുക്കാറുള്ളത്? കടലാസ് കൊണ്ട് പക്ഷിയെ ഉണ്ടാക്കുന്ന വിധമാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. കൂട്ടുകാർ മുതിർന്നവരുടെ സഹായത്തോടെ ഒരു കടലാസ് പക്ഷിയെ ഉണ്ടാക്കി നോക്കണം. നോക്കൂ, ജീവികളുടെ ചില അക്ഷരചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അക്ഷരങ്ങൾ ഉപയോഗിച്ച് പരിസര പുസ്തകത്തിൽ കൂടുതൽ ചിത്രങ്ങൾ വരച്ചു ചേർക്കുക.
ഏതക്ഷരം കൊണ്ടാണ് ആദ്യം ചിത്രം വരച്ചിരിക്കുന്നത്? രാ കൊണ്ടാണല്ലേ. രാ കൊണ്ട് എന്തിനെയാണ് വരച്ചത്? ആടിനെയാണ്. ലാ കൊണ്ട് വരച്ചിരിക്കുന്നത് എന്തിനെയാണ്? പട്ടിയെയാണല്ലേ. ഹാ കൊണ്ടോ? കിളിയെ വരച്ചിരിക്കുന്നു. കൂട്ടുകാർ വരച്ചു നോക്കുമല്ലോ. കാട്ടിൽ ഒരു സമ്മേളനം. മരം ചാടി നടന്നിരുന്ന എൻ്റെ ഗതികേട് കണ്ടില്ലേ? ആരാണാ പറയുന്നത്? കുരങ്ങനാണല്ലേ. എന്താണ് സംഭവിച്ചത് കുരങ്ങന്? കുരങ്ങനെ ഒരു മനുഷ്യൻ പിടിച്ചുകൊണ്ടുപോയി. തൊടലൊക്കെ കഴുത്തിലിട്ട് തടവിലാക്കിയതുപോലെ പിടിച്ചുകൊണ്ടു പോവുകയാണ്. അപ്പോൾ കുരങ്ങൻ പറയുന്നു, മരം ചാടി നടന്നിരുന്ന എൻ്റെ ഗതികേട് കണ്ടില്ലേ? ഇപ്പുറത്താരാണ്? കൂട്ടിൽ ഒരു തത്തയാണല്ലേ. ഈ കൂട്ടിൽ കിടന്ന് ചിറകടിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. എന്താ തത്ത പറയുന്നത്? ഈ കൂട്ടിൽ കിടന്ന് ചിറകടിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. എന്താ ഇവർക്കൊക്കെ സംഭവിച്ചത്? മനുഷ്യരുടെ ഇടപെടൽ മൂലം ജീവിക്കാൻ പ്രയാസപ്പെടുന്ന ജീവികളുടെ സങ്കടമാണ് നമ്മളിവിടെ കണ്ടത്. ഇത്തരം ഉപദ്രവങ്ങൾക്കെതിരെ കാട്ടിലെ കൂട്ടുകാർ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി നടന്ന ആലോചനാ യോഗത്തിൽ ധാരാളം ജീവികൾ പങ്കെടുത്തു. പങ്കെടുത്ത എല്ലാവർക്കും ഭക്ഷണവും തയ്യാറാക്കിയിരുന്നു. ഭക്ഷണം രണ്ടിടത്തായാണ് സജ്ജീകരിച്ചിരുന്നത്. നോക്കൂ, കൗണ്ടർ 1, കൗണ്ടർ 2. സമ്മേളനത്തിൽ പങ്കെടുത്തവർക്ക് 2 കൗണ്ടറിൽ ഭക്ഷണം ഒരുക്കാൻ കാരണം എന്താണ്? എന്താണ് കാരണം? ഒന്നാമത്തെ കൗണ്ടറിനവിടെ ഒരു ബോർഡ് കണ്ടില്ലേ? നോക്കൂ, എന്താണത്? സസ്യാഹാരം. രണ്ടാമത്തെ കൗണ്ടറോ? മാംസാഹാരമാണ്. സസ്യാഹാരികളും മാംസാഹാരികളുമുണ്ട്. നോക്കൂ, ഓരോ കൗണ്ടറിൽ നിന്നും ഭക്ഷണം വാങ്ങിയവർ ആരൊക്കെയാണ്? കൗണ്ടർ 1 നിന്ന് ഭക്ഷണം കഴിച്ചവർ ആരൊക്കെയാണ് കൗണ്ടർ 1 നിന്ന് ഭക്ഷണം കഴിച്ചവർ? കൗണ്ടർ 1 ഏതാണ്? സസ്യാഹാരമാണല്ലേ. ആരൊക്കെയാണ്? മുയൽ, ജിറാഫ്, ആന, മാൻ, സീബ്ര, കുരങ്ങൻ. കൗണ്ടർ 2 നിന്നോ? കൗണ്ടർ 2 മാംസാഹാരമാണ്. അവിടെ നിന്ന് ആരൊക്കെയാണ് ഭക്ഷണം കഴിച്ചത്? സിംഹം, പുലി, കടുവ, കുറുക്കൻ, മുതല. എന്നാൽ ചില വിരുദ്ധന്മാർ 2 കൗണ്ടറുകളിൽ നിന്നും ഭക്ഷണം വാങ്ങിയിട്ടുണ്ട്. അവർ ആരൊക്കെയായിരിക്കും? കരടി, അണ്ണാൻ, പന്നി, എലി, ചിമ്പാൻസി. ഒരേ ആഹാരമല്ല എല്ലാ ജീവികളും കഴിക്കുന്നത്. കൂട്ടുകാർക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ. ആഹാര രീതി അനുസരിച്ച് ജീവികളെ സസ്യാഹാരികൾ, മാംസാഹാരികൾ, മിശ്രാഹാരികൾ എന്നിങ്ങനെ തരംതിരിക്കാം. സസ്യാഹാരം മാത്രം കഴിക്കുന്ന ജീവികളെ സസ്യാഹാരികളെന്നും മാംസാഹാരം മാത്രം കഴിക്കുന്ന ജീവികളെ മാംസാഹാരികളെന്നും 2 തരത്തിൽപ്പെട്ട ആഹാരവും കഴിക്കുന്ന ജീവികളെ മിശ്രാഹാരികളെന്നും പറയുന്നു. മിശ്രാഹാരികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 തരത്തിൽപ്പെട്ട ആഹാരവും കഴിക്കുന്ന ജീവി. സസ്യാഹാരിയാണെങ്കിലോ സസ്യാഹാരം മാത്രം കഴിക്കുന്ന ജീവിയാണ്. മാംസാഹാരിയോ മാംസാഹാരം മാത്രം കഴിക്കുന്ന ജീവികളാണ് മാംസാഹാരികൾ. കൂട്ടുകാരെ, ചിത്രത്തിലേക്ക് നോക്കൂ. ഒരു വിചിത്ര ജീവിയെ കണ്ടോ? ഇതുപോലെ ഒരു ജീവി ഉണ്ടോ? എന്താണ് ചിത്രത്തിൽ കാണുന്നത്? ഒരു പക്ഷിയുടെ തല, ജിറാഫിൻ്റെ ഉടൽ, ആനയുടെ കാലുകളും. എങ്ങനെയാണിത് വരയ്ക്കുന്നത്? ഒരു പേപ്പർ 3ആയി മടക്കുക. മടക്കിയ ഭാഗത്ത് ഒരാൾ തനിക്കിഷ്ടമുള്ള ജീവിയുടെ തലയും കഴുത്തും വരയ്ക്കുക.
വരച്ച ഭാഗം താഴോട്ട് മടക്കി വെച്ച് അടുത്ത ഭാഗത്ത് നിങ്ങൾക്കിഷ്ടപ്പെട്ട മറ്റൊരു ജീവിയുടെ ഭാഗം വരയ്ക്കുക. മൂന്നാമത്തെ വശത്ത് മറ്റൊരു ജീവിയുടെ കാലുകളും വരയ്ക്കുക. ഇനി പേപ്പർ നിവർത്തി നോക്കിയാലോ? നിങ്ങൾക്കും ഒരു വിചിത്ര ജീവിയുടെ ചിത്രം കിട്ടും. നിങ്ങൾ വരയ്ക്കുന്ന ജീവിയുടെ ശരീരഭാഗത്തിനനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന വിചിത്ര ജീവിയുടെ ചിത്രവും മാറ്റം വരും. കൂട്ടുകാർ വരച്ചു നോക്കില്ലേ? ഇര പിടിക്കും തന്ത്രങ്ങൾ. ചിത്രത്തിലേക്ക് നോക്കൂ. ഓന്തിര പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നാവ് ഉപയോഗിച്ചാണ് ഓന്തിര പിടിക്കുന്നത്. ചിലന്തിയോ? ചിലന്തി എങ്ങനെയാണ് ഇര പിടിക്കുന്നതെന്ന് കൂട്ടുകാരെല്ലാം കണ്ടിട്ടുണ്ടാവുമല്ലേ? ചിലന്തി വല കെട്ടി ഇരകളെ കുടുക്കിയാണ് ഭക്ഷിക്കുന്നത്. ഇങ്ങനെ ഓരോ ജീവിയും ഇര തേടുന്നത് വിവിധ രീതിയിലാണ്. മരംകൊത്തി പറയുന്നത് കേൾക്കൂ. എൻ്റെ ബലമുള്ള ചുണ്ടുകൾ കൊണ്ട് ഞാൻ മരത്തിൽ കൊത്താറുണ്ട്. മരത്തിൻ്റെ ഉണങ്ങിയ തോല് കൊത്തിപ്പൊളിച്ചെടുത്ത് അതിനടിയിലെ പ്രാണികളെ ഞാൻ ഭക്ഷണമാക്കാറുണ്ട്. മരത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള വിരലുകൾ എനിക്കുണ്ട്. എന്താണ് മരംകൊത്തി പറയുന്നത്? മരംകൊത്തി എങ്ങനെയാണ് ആഹാരം അന്വേഷിക്കുന്നത്? ബലമുള്ള ചുണ്ടുകൾ കൊണ്ട് മരത്തിൽ കൊത്തും. മരത്തിൽ കൊത്തിയിട്ടോ ഉണങ്ങിയ തോല് കൊത്തിപ്പൊളിച്ച് അതിനിടയിലുള്ള പ്രാണികളെയാണ് ഭക്ഷണമാക്കുന്നത്. മരംകൊത്തി ഇരിക്കുന്നത് കണ്ടില്ലേ? എന്താണത് വീണു പോകാത്തത്? മരത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള വിരലുകളാണ് മരംകൊത്തിക്കുള്ളത്. താറാവിനെ നോക്കൂ. എങ്ങനെയാണ് താറാവിൻ്റെ ചുണ്ടുകൾ? പരന്ന ചുണ്ടുകളാണല്ലേ? പരന്ന ചുണ്ടുകളാണ് താറാവിനുള്ളത്. ഇതുപയോഗിച്ച് വെള്ളത്തിൽ നിന്നും ചെളിയിൽ നിന്നും ആഹാരം കണ്ടെത്താൻ താറാവിന് സാധിക്കും. വെള്ളത്തിൽ നീന്താനും ചെളിയിൽ ആഴ്ന്നു പോകാതിരിക്കാനും താറാവിൻ്റെ കാലുകൾ സഹായിക്കുന്നു. എങ്ങനെയാണിത് സാധിക്കുന്നത് താറാവിന്? വെള്ളത്തിൽ നീന്താനും ചെളിയിൽ ആഴ്ന്നു പോകാതിരിക്കാനും താറാവിൻ്റെ പരന്ന കാലുകൾ സഹായിക്കുന്നു. കുഴിയാന. കൂട്ടുകാർ കുഴിയാനയെ കണ്ടിട്ടുണ്ടോ? കുഴിയാന ഇര പിടിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സൂര്യപ്രകാശവും മഴയും നേരിട്ടേൽക്കാത്ത സ്ഥലങ്ങളിലെ ഉണങ്ങിയ പൊടിമണ്ണിലാണ് കുഴിയാന കുഴിയുണ്ടാക്കുന്നത്. കുഴിയാനയുടെ കുഴികൾ വീടിൻ്റെ ഇറയത്തും മറ്റും കൂട്ടുകാർ കണ്ടിട്ടുണ്ടാകുമല്ലേ? ഈ വിരുതന്മാർ കൊമ്പുകൾ മാത്രം പുറത്തേക്കിട്ട് കുഴിയിലെ മണ്ണിൽ ഒളിച്ചിരിക്കും. ഈ കുഴിയിൽ വീഴുന്ന ചെറുജീവികൾക്ക് ഒരിക്കലും മുകളിലേക്ക് കയറാൻ കഴിയില്ല. കാരണം എന്താണ്? കുഴിയുടെ പ്രത്യേകതയാണ് ഇതിന് കാരണം. കുഴിയാനയുടെ കുഞ്ഞു കുഴികളിലേക്ക് വീഴുന്ന ചെറുജീവികളെയാണ് കുഴിയാന ഭക്ഷണമാക്കുന്നത്. കോഴികൾ ആഹാരം തേടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാലുകൾ കൊണ്ട് ചിക്കി ചികയുകയും കൊക്കുകൾ കൊണ്ട് കൊത്തി തിന്നുകയുമാണ് കോഴികൾ ചെയ്യുന്നതല്ലേ? കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ ചുറ്റുമുള്ള പക്ഷികൾ ഇര തേടുന്ന രീതി നിരീക്ഷിച്ച് പരിസര പുസ്തകത്തിൽ എഴുതണം. അവയുടെ കൊക്കുകളും കാലുകളും ഇര തേടാൻ എങ്ങനെയാണ് അവയെ സഹായിക്കുന്നതെന്ന് കണ്ടെത്തി കൂട്ടുകാർ എഴുതുമല്ലോ. സിംഹം പറയുന്നത് നോക്കൂ. എനിക്ക് കൂർത്ത നഖങ്ങളും പല്ലുകളുമുണ്ട്. ഇരയെ പിടിക്കാനും കടിച്ചു കീറാനും അവ എന്നെ സഹായിക്കുന്നു. സിംഹത്തിന് എന്താണുള്ളത്? കൂർത്ത നഖങ്ങളും പല്ലുകളും. ഇരയെ പിടിക്കാനും കടിച്ചു കീറി അവയെ തിന്നാനുമെല്ലാം ഈ കൂർത്ത നഖങ്ങളും പല്ലുകളുമാണ് സിംഹത്തെ സഹായിക്കുന്നത്. സിംഹം വേട്ടയാടി പിടിക്കുന്നത് ഏതെല്ലാം ജീവികളെയാണ്? മാൻ, പോത്ത്, സീബ്ര മുതലായ ജീവികളെയാണ് സിംഹം വേട്ടയാടി പിടിക്കുന്നത്. ചിത്രത്തിലേക്ക് നോക്കിക്കേ. ഇതാരാണ്? പൂച്ചയാണല്ലേ? പൂച്ച എന്താണ് പറയുന്നത്? എൻ്റെ കൂർത്ത പല്ലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ?
ഞാൻ എലിയെ കടിച്ചു കീറുന്നത് ഈ പല്ലുകൾ ഉപയോഗിച്ചാണ്. പൂച്ചയ്ക്കും കൂർത്ത പല്ലുകളുണ്ട്. എലിയെ കടിച്ചു കീറുന്നത് ഈ പല്ലുകൾ ഉപയോഗിച്ചാണ്. നമ്മുടെ എല്ലാം വീട്ടിൽ കാണുന്ന പല്ലി ഇര പിടിക്കുന്നത് എങ്ങനെയാണ്? കൂട്ടുകാർ നിരീക്ഷിച്ച് പരിസര പുസ്തകത്തിൽ എഴുതണം. രക്ഷ നേടാം. കുറുക്കന് ആമയെ കിട്ടിയതുപോലെ എന്ന പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കുറുക്കനെ കണ്ട മാത്രയിൽ ആമച്ചേട്ടൻ തലയും കാലും പാറ പോലുള്ള തോടിനുള്ളിലേക്ക് വലിച്ചിരിപ്പായി. ആമച്ചേട്ടന്റെ തല പുറത്തു വരുന്നതും കാത്ത് കുറുക്കൻ ഇരിക്കുന്ന ആ ഇരിപ്പ് ബഹുരസം തന്നെ. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ആമ സ്വീകരിച്ച തന്ത്രം എങ്ങനെയുണ്ട് കൂട്ടുകാരെ? എന്താണ് ആമ ചെയ്തത്? ആമ പാറ പോലുള്ള തൻ്റെ തോടിനുള്ളിലേക്ക് തലയും കാലും വലിച്ച് ഇരുന്നു. കുറുക്കന് പിന്നെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. വേറെ ഏതെങ്കിലും ജീവികൾ ഇത്തരം തന്ത്രങ്ങൾ പ്രയോഗിച്ച് രക്ഷപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെല്ലാം ജീവികളാണവ? എങ്ങനെയൊക്കെയാണ് അവ രക്ഷപ്പെടുന്നത്? രക്ഷപ്പെടാൻ ഓരോ ജീവികൾക്കും ഓരോ തന്ത്രങ്ങളാണുള്ളത്. നോക്കൂ, ഓന്ത് എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? ഓന്ത് ഇരിക്കുന്ന സ്ഥലത്തിനനുസരിച്ച് ശരീരത്തിന്റെ നിറം മാറ്റി രക്ഷപ്പെടുന്നു. പച്ച ഇലയിൽ ഓന്തിരുന്നാലോ ഏത് നിറമാണ് കാണുക? ഓന്തിന് പച്ച നിറമായിരിക്കും. അപ്പോൾ മറ്റു ജീവികൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അങ്ങനെയാണ് ഓന്ത് രക്ഷപ്പെടുന്നത്. മുള്ളൻ പന്നിയോ? മുള്ളൻ പന്നിയുടെ ശരീരത്തിൽ നിറയെ മുള്ളുകളാണുള്ളതല്ലേ? ശരീരത്തിന്റെ പുറത്തുള്ള മുള്ളുകൾ ശത്രുവിന് നേരെ കുടഞ്ഞാണ് മുള്ളൻ പന്നി രക്ഷപ്പെടുന്നത്. മുള്ളൻ പന്നിയുടെ കൂർത്ത മുള്ളുകൾ ശത്രുവിന്റെ ദേഹത്ത് തുളഞ്ഞു കയറും. കണവ ഒരു കടൽ ജീവിയാണ്. എങ്ങനെയാണത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നത്? വെള്ളത്തിൽ മഷി കലക്കി രക്ഷപ്പെടുന്നു. കണവയുടെ ശരീരത്ത് ഒരുപാട് മഷിയുണ്ട്. ശത്രുക്കളെ കാണുമ്പോൾ കണവ ആ മഷി വെള്ളത്തിലേക്ക് കലക്കും. അപ്പോൾ ശത്രുക്കൾക്ക് കണവയെ കാണാൻ സാധിക്കുകയില്ല. അങ്ങനെയാണ് കണവ രക്ഷപ്പെടുന്നത്. തേരട്ട എന്താണ് ചെയ്യുന്നത്? വട്ടത്തിൽ ചുരുണ്ടുകൂടി ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നു. തേരട്ട കുറേ സമയം വട്ടത്തിൽ തന്നെ ചുരുണ്ടുകൂടി കിടക്കുമല്ലേ? ചത്തതുപോലെ കിടക്കും. കൂട്ടുകാർക്കറിയാം, കൂട്ടുകാർ കണ്ടിട്ടുണ്ട്. ഒച്ചിനെ കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ? ഒച്ച് എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? ഒച്ച് അതിൻ്റെ പുറന്തോടിനുള്ളിലേക്ക് ശരീരം ഒളിപ്പിച്ച് രക്ഷപ്പെടും. പല്ലി എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? പല്ലി വാല് മുറിച്ച് രക്ഷപ്പെടുന്നു. വാലില്ലാത്ത പല്ലിയെ കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ? വാല് മുറിഞ്ഞു പോയ പല്ലിക്ക് ക്രമേണ പുതിയ വാലുണ്ടായി വരും. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ പല ജീവികളും പല തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ശരീരത്തിൻ്റെ നിറം മാറ്റിയും ആകൃതി മാറ്റിയും വാൽ മുറിച്ചിട്ടും ശത്രുക്കളിൽ നിന്ന് ജീവികൾ രക്ഷപ്പെടുന്നു. പ്രകൃതി നൽകിയ ചില കഴിവുകളാണ് ജീവികളെ ഇതിന് സഹായിക്കുന്നത്. ജന്തുക്കൾക്കു മാത്രമല്ല, സസ്യങ്ങൾക്കുമുണ്ട് ഇത്തരം അനുകൂലനങ്ങൾ. അങ്ങനെയുള്ള ഏതെങ്കിലും സസ്യത്തിൻ്റെ പേര് കൂട്ടുകാർക്കറിയാമോ? തൊട്ടാവാടി കണ്ടിട്ടുണ്ടോ കൂട്ടുകാർ? തൊട്ടാവാടിക്ക് എന്താണ് സംഭവിക്കുക നമ്മൾ തൊടുമ്പോൾ? ഇഴഞ്ഞും നടന്നും പറന്നും. ജീവികൾ നടത്തിയ സമ്മേളനം ഓർക്കുന്നില്ലേ? എല്ലാ ജീവികളും പങ്കെടുത്ത യോഗം ഗംഭീര വിജയമായിരുന്നുവെന്ന് സിംഹരാജൻ അവകാശപ്പെട്ടു. സമ്മേളന നഗരിയിലെത്താൻ ചില ജീവികൾക്ക് ദിവസങ്ങളോളം യാത്ര ചെയ്യേണ്ടി വന്നു. ഏറ്റവും വലിയ ഓട്ടക്കാരനായ ചീറ്റപ്പുലിയാണ് ആദ്യമെത്തിയത്. പറന്നെത്തിയ കഴുകന്റെ പുറത്തിരുന്നാണ് ഒച്ചെത്തിയത്. നേരത്തെ എത്തിയതിൻ്റെ അഭിമാനത്തിലായിരുന്നു ഒച്ച്.
ഒച്ചു പറയുന്നത് നോക്കൂ. കഴുകൻ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഇഴഞ്ഞിഴഞ്ഞ് എന്നാണാവോ ഞാനിവിടെ എത്തുക. ഒച്ച് വളരെ പതുക്കെയാണ് ഇഴഞ്ഞു വരുന്നത്. കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ? നിഴൽ ചിത്രങ്ങൾ. ചിത്രത്തിൽ കാണുന്നത് പോലെ വിരലുകൾ പിടിച്ച് നിഴൽ പതിപ്പിച്ച് നോക്കൂ. നിഴൽ രൂപത്തിൻ്റെ വായുടെ ഭാഗമായി വരുന്ന നിങ്ങളുടെ വിരലുകൾ ചലിപ്പിച്ച് ജീവിയുടെ ശബ്ദവും അനുകരിക്കുക. കൂടുതൽ ജീവികളുടെ നിഴൽ രൂപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കൂ. സമ്മേളനത്തിന് വന്ന ജീവികൾ എങ്ങനെയൊക്കെയാണ് വന്നത്? ചിലർ ഇഴഞ്ഞു വന്നു, ചിലർ നടന്നു വന്നു, ചിലർ പറന്നും വന്നു. നോക്കൂ, ഇഴഞ്ഞു വന്നവർ ആരൊക്കെയാണ്? ഒച്ച്, പാമ്പ്, അട്ട, ആമ. നടന്നു വന്നവരോ? കുറുക്കൻ, ആന, ജിറാഫ്, സീബ്ര. പറന്നു വന്നവരാരൊക്കെയാണ്? തുമ്പി, പരുന്ത്, തത്ത, കഴുകൻ. വേറെ ഏതെല്ലാം ജീവികളുടെ പേരുകൾ കൂട്ടുകാർക്കറിയാം? പട്ടികയിൽ എഴുതി നോക്കൂ. ജന്തുലോകത്തിലെ കൂട്ടുകാരുടെ സഞ്ചാര രീതി വ്യത്യസ്തമാണ്. ചിലർക്ക് ഇഴയാൻ മാത്രമേ കഴിയൂ, മറ്റു ചിലർക്ക് പറക്കാനും നടക്കാനും ഓടാനും കഴിയും. എന്നാൽ നടക്കാനും ഓടാനും മാത്രം കഴിയുന്നവരും ഉണ്ട്. ജീവികളുടെ സമ്മേളനത്തിൽ തവള നടത്തിയ പ്രസംഗം ശ്രദ്ധിക്കൂ. പ്രിയപ്പെട്ടവരെ, പേക്രോം പേക്രോം എന്ന ഞങ്ങളുടെ ശബ്ദം നിങ്ങൾക്ക് സുപരിചിതമാണല്ലോ. പറമ്പിലും വയലുകളിലുമൊക്കെ ഞങ്ങൾ സുഖമായി കഴിഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. നെല്ലും മറ്റു വിളകളും തിന്നു നശിപ്പിക്കുന്ന കീടങ്ങളെ ഞങ്ങൾ ഭക്ഷണമാക്കി. ഇങ്ങനെ കർഷകരെ ഞങ്ങൾ വളരെയേറെ സഹായിച്ചിരുന്നു. എന്നിട്ടും ഞങ്ങളെ മനുഷ്യർ കൊന്നു തിന്നു. ഞങ്ങളുടെ വാസസ്ഥലങ്ങളായ വയലുകളും ചതുപ്പുകളും അവർ മണ്ണിട്ടു നികത്തി. കൃഷിയിടങ്ങളിൽ കീടനാശിനി തളിച്ചു. ഇതിനെതിരെ നമുക്ക് ഒരുമിച്ച് പ്രതിഷേധിക്കേണ്ടേ? ഇന്ന് ഞങ്ങൾക്കാണ് ഈ ഗതി വന്നതെങ്കിൽ നാളെ നിങ്ങളിൽ ചിലർക്കാകും. ഉടനെ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. തവളയുടെ പ്രസംഗം കേട്ടല്ലോ. തവളകൾ കർഷകരെ എങ്ങനെയാണ് സഹായിച്ചിരുന്നത്? നെല്ലും മറ്റു വിളകളും തിന്നു നശിപ്പിക്കുന്ന കീടങ്ങളെയാണ് തവളകൾ ഭക്ഷണമാക്കിയിരുന്നത്. അങ്ങനെയാണ് കർഷകരെ തവളകൾ സഹായിച്ചിരുന്നത്. തവളകളുടെ വാസസ്ഥലത്തിന് എന്തു സംഭവിച്ചു? മനുഷ്യർ തവളകളുടെ വാസസ്ഥലങ്ങളായ വയലുകളും ചതുപ്പുകളും മണ്ണിട്ടു നികത്തി. കൃഷിയിടങ്ങളിൽ കീടനാശിനികൾ തളിച്ചു. തവളകൾ മാത്രമാണോ ഇന്ന് ഭീഷണി നേരിടുന്നത്? പ്രകൃതിയിൽ നമ്മുടെ ഇടപെടൽ ഏതെല്ലാം ജീവജാലങ്ങൾക്കാണ് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്? കുരങ്ങൻ, തത്ത, അണ്ണാൻ. വേറെ ഏതെല്ലാം ജീവികൾക്കാണ് പ്രയാസമുണ്ടാക്കുന്നത്? മനുഷ്യന്റെ ഇടപെടൽ മൂലം അനേകം ജീവികൾ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവയെ സംരക്ഷിക്കേണ്ടതല്ലേ? ഭൂമി ഇവർക്ക് കൂടി അവകാശപ്പെട്ടതല്ലേ? അതെ, മനുഷ്യർക്ക് മാത്രമല്ല, ഭൂമി എല്ലാ ജീവജാലങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ്. ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കാൻ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? പോസ്റ്റർ, പ്ലക്കാർഡ് എന്നിവയൊക്കെ ഉണ്ടാക്കാം. കടലിലെ പൂന്തോട്ടം. പവിഴപ്പുറ്റുകൾ കാണാൻ എന്തൊരു ഭംഗിയാണ്. ഇവ കടലിലെ വലിയൊരു ജീവലോകമാണ്. കാടുകളെ പോലെ തോന്നിക്കുന്ന പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകളാണ്. ഒന്നിനോടൊന്ന് ചേർന്നാണ് അവ വളരുന്നത്. ഇവയ്ക്ക് നല്ല ബലമുണ്ട്. ഇവ നമുക്ക് പല വിധത്തിൽ ഉപകാരപ്പെടുന്നുണ്ട്. എന്നാൽ ഈ പൂന്തോട്ടം മനുഷ്യന്റെ ഇടപെടൽ കാരണം നശിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ പൂന്തോട്ടത്തിന്റെ നാശം തടയേണ്ടതുണ്ട്. എങ്ങനെയാണ് പവിഴപ്പുറ്റുകൾ നശിച്ചു പോകുന്നത്?
കാലാവസ്ഥാ വ്യതിയാനവും മലിനീകരണവും മൂലമാണ് കടലിലെ പവിഴപ്പുറ്റുകൾ നശിച്ചു പോകുന്നത്. കൂട്ടുകാർ ചിത്രങ്ങൾ കണ്ടില്ലേ? വിരൽ പതിപ്പിച്ചുണ്ടാക്കിയ ചിത്രങ്ങളാണിവ. കൂട്ടുകാർക്കും ഇതുപോലെ ചെയ്യാൻ സാധിക്കും. കൂട്ടുകാരും ചെയ്തു നോക്കൂ. നോക്കൂ, 2 കുട്ടികൾ ഒരു ബാനർ പിടിച്ചിട്ടുണ്ട്. എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? ഈ ഭൂമി എല്ലാ ജീവികൾക്കും അവകാശപ്പെട്ടത്. ഈ ഭൂമി എല്ലാ ജീവികൾക്കും അവകാശപ്പെട്ടത്. ചിത്രത്തിൽ കാണുന്ന ജീവികളെ ആഹാര രീതി അനുസരിച്ച് തരംതിരിച്ച് പേരെഴുതുക. നോക്കൂ, ഏതെല്ലാം ജീവികളാണ് ചിത്രത്തിലുള്ളത്? കടുവ, മുയൽ, ആന, ജിറാഫ്, കുറുക്കൻ, മാൻ, പരുന്ത്, ആട്, സിംഹം. ഇവയിൽ സസ്യാഹാരികൾ ആരാണ്? സസ്യബുക്കുകൾ. സസ്യബുക്കുകൾ അഥവാ സസ്യാഹാരികൾ ആരൊക്കെയാണ്? ആന, മുയൽ, മാൻ, ആട്, ജിറാഫ്. ഇവയെല്ലാം സസ്യാഹാരികളാണ്. മാംസാഹാരികൾ ആരൊക്കെയാണ്? മാംസാഹാരികൾ അഥവാ മാംസബുക്കുകൾ ആരൊക്കെയാണ്? സിംഹം, കടുവ, പരുന്ത്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി ശരീരത്തിന്റെ ഒരു ഭാഗം മുറിച്ചു കളയുന്ന ജീവി ഏത്? ഏതാണ് കൂട്ടുകാരെ? അതെ, പല്ലിയാണ്. താഴെ പറയുന്ന ജീവികളിൽ നീന്താനും നടക്കാനും കഴിയുന്നത് ആർക്കാണ്? ആർക്കാണ്? താറാവിനാണ്. നോക്കൂ, തന്നിരിക്കുന്ന ചിത്രങ്ങൾ കണ്ടില്ലേ? ആരുടെയൊക്കെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്? പരുന്തുണ്ട്, എരുമയുടെ ചിത്രം, മീൻ, താറാവ്. എന്താണ് ചെയ്യേണ്ടത്? ഇവയുടെ ശരീരഭാഗങ്ങളുമായി യോജിപ്പിക്കണം. ഇവയുടെ പേരും തന്നിരിക്കുന്ന കോളത്തിൽ എഴുതണം. പരുന്തിൻ്റെ ശരീരഭാഗം എന്താണ് തന്നിട്ടുള്ളത്? പരുന്തിൻ്റെ കാലാണ് തന്നിട്ടുള്ളത്. പരുന്തിൻ്റെ കാല് കണ്ടോ? ഏതാണ് പരുന്തിൻ്റെ കാല്? അതെ, അതാണ് പരുന്തിൻ്റെ കാല്. എരുമയുടേതോ? കുളമ്പുള്ള കാലാണല്ലേ? എരുമയുടെ കാൽ കുളമ്പുള്ളതാണ്. മീനിന് എന്താണുള്ളത്? വാലാണുള്ളത്. താറാവിനോ? താറാവിൻ്റെ കാൽ കൂട്ടുകാർ കണ്ടില്ലേ? അതെ, പരന്ന കാലുകളാണ് താറാവിനുള്ളത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്യുക. താങ്ക്